ഹായ്. ഇന്ന് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അരിയുള്ള പണി വെച്ചാൽ ഞാൻ നിൽക്കുന്നല്ല ചങ്ങായി പണിക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ ഓനൊന്ന് ലീവായതുകൊണ്ട് എന്നോട് ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞു. എന്തെങ്കിലും പൈസ കിട്ടുന്ന പണിയായാലും ഇതായില്ലേ. ഇത് വെച്ചാൽ സിസ്റ്റം എങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഓരോരോ ഡ്രൈ ഫ്രൂട്ട്സിനും അതിൻ്റെ ഒരു കോഡ് ഉണ്ടാവും. ഇതിലടിച്ചു കൊടുത്താൽ അതിൻ്റെ എമൗണ്ട് അതിൻ്റെ വെയിറ്റൊക്കെ വരും. പിന്നെ അതിൽ തൂക്കുക, പിന്നെ ബില്ല് പ്രിൻ്റ് അടിക്കുക. PLU എന്നുണ്ട്, അതടിക്കാതെ പ്രിൻ്റ് വരും. അതറിയാം, ശരി വലിയ പണിയൊന്നുമില്ല, സിമ്പിൾ പണിയാണ്. ഇന്ന് ഫുള്ള് ഇനിയിപ്പോൾ എവിടെയാണ് ഡേ 2. ഇന്ന് വെച്ചാൽ മഷ്റൂമിൻ്റെ വിത്ത് മേടിക്കണം. സ്പോൺ എന്ന് പറയും വിത്തിനെ. അപ്പം ഒരു 500 രൂപയ്ക്ക് വിത്ത് മേടിക്കാൻ വെച്ചു. 10 പാക്കറ്റ് വിത്ത് മേടിച്ചു. ഇനിയിപ്പോൾ നേരെ പോയി ബെഡ് കെട്ടണം, ബാക്കിയുള്ള പരിപാടി അതിന് നോക്കാം. പിന്നെ നമ്മൾ മഷ്റൂമിൻ്റെ എല്ലാ പരിപാടിയും നടത്തുന്നത് ഇവിടെയാണ്. ഇത് തന്നെ ഒരു പഴയ വീടാണ്. പിന്നെ ഇവിടെ കറണ്ടെല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പും ഒക്കെയാണ്. പിന്നെ വലിയ ചറവറ കുറേ റൂമും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് ചെയ്യാച്ചു. പിന്നെ ഇവിടെ നമ്മൾ പുല്ല് വെക്കുന്ന ഇവിടെയാണ്, ഗോഡൗൺ മാതിരി. പിന്നെ കറണ്ട് സൗകര്യം ഉണ്ട് പറഞ്ഞല്ലോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന 2 റൂമാണ്, ഒന്ന് അപ്പുറത്തേക്ക്, ഒന്ന് അപ്പർ സൈഡ്, ഈ സൈഡ്. ഇവിടെയാണ് പിന്നെ മഷ്റൂം നമ്മൾ സെറ്റ് ചെയ്ത് കണ്ടോ. ഇത് അതിൻ്റെ ബെഡ് എന്ന് പറയുന്നത് ഓരോരോ 1 by 5 കെട്ടിയത്. 1 2 3 4 എണ്ണം 5 എണ്ണം കെട്ടീനി. അതിൽ പിന്നെ കുറച്ച് കാല് കണ്ട ആ സംഭവം എന്താ പറയുക, നമുക്കൊരു അടാറ് പണി കിട്ടീനി. അതിനെന്ന് വെച്ചാൽ ഡൈക്കോഡർമ എന്ന് വെച്ചിട്ടൊരു ഫംഗസ് ഉണ്ട്, അത് ബാധിച്ചിട്ട് എന്ന് വെച്ചാൽ നല്ല പണി കിട്ടി. എന്നുവെച്ചാൽ ബെഡ് അവിടെ ഫുള്ള് കെട്ടിയത് നമ്മൾ 29 ബെഡ് കെട്ടി. അതിൽ കുറേ ബെഡ് മോശമായിപ്പോയി. നല്ലൊരു ബെഡ് പറയുമ്പോൾ ഇത് കാണിക്കണ്ടാവും, ഫുൾ വൈറ്റ് ആയിട്ടുണ്ടാവും. എന്തെങ്കിലും വെള്ളം അധികം ഉണ്ടാവും, ഒരു മഞ്ഞ കളറുണ്ട്. അത് കാണിച്ചാൽ ബെഡ് കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നുള്ളത് കണ്ട. അപ്പുറത്തെ ബെഡ് കണ്ട, അതിനായിട്ടാണ്, ടൈമായിട്ടാണ്. എന്നുവെച്ചാൽ അത് വെച്ചിട്ട് കുറച്ച് ദിവസമായാലും ഇതുണ്ട്. പിന്നെ കണ്ട അത് ടാപ്പ് പൊട്ടിച്ചാണ്, അതുണ്ട ഒരു പച്ച കളറ്, അത് ഡ്രൈ കോഡർമ. അത് ഒരു ബെഡിനെ ബാധിച്ചാൽ എല്ലാ ബെഡിലേക്കും അത് പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ആകെ ഒരു ബെഡിന് ഉണ്ടായിട്ടും അത്. പിന്നെ ഞാൻ ഒന്ന് മാറ്റി. പിന്നെ ഞാൻ താഴത്തിന് ശ്രദ്ധിക്കാത്തത് കൊണ്ട് എന്തായി, അതിനുമായി എല്ലാത്തിനും പിടിച്ചു. അങ്ങനെ ടോട്ടൽ ഒരു 6 ബെഡോളം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോയി. ഇപ്പം ബാക്കിയുള്ളത് ഇപ്പം ഇതിനും കൂടി ഉണ്ട്. അപ്പം ഞാൻ അതിന് സ്റ്റിക്കർ ഒട്ടിച്ചു. എന്ന് വെച്ചാൽ എടുക്കുന്ന സമയത്ത് അത് തെറിച്ചിട്ട് ഒന്ന് പോകണ്ട വെച്ചിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച്. ഇനിയിപ്പോൾ അതെടുത്ത് പുറത്തേക്ക് കളയണം, അത് കാണിച്ചു തരാം. ഈ ഡൈക്കോഡർമ എത്രമാത്രം ഡേഞ്ചറാണെന്ന് കാണിച്ചു തരാം. ഇതണ്ട, ഇതാണ് ഡൈക്കോഡർമ. ആ ബേക്കിലെ 4 ബെഡും നല്ല ബെഡാണ്. വെച്ചാൽ ഞാൻ ഒഴിവാക്കിയ ബെഡാണ്, താഴ്ന്ന് ഒഴിവാക്കിയത്. മുകളിലേക്ക് എന്തെങ്കിലും മുളക്കുണ്ടെങ്കിൽ മുളച്ച് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ച്. ഈ ഡൈക്കോഡർമ ഇതിൽ നിന്ന് എന്തായെന്നറിയാം, അതിലത്തേക്ക് വളർന്നു. അങ്ങനെ ഇവിടെ കൊണ്ടൊക്കെ എനിക്കറിയില്ല എത്രമാത്രം ഡേഞ്ചറാണ്. അങ്ങനെ വെച്ച് കൊണ്ടുവച്ച് ആദ്യം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ എന്തായി, മൊത്തത്തിൽ പടർന്നു, മറ്റതും കൂടെ അതിന് ബാധിച്ചു. ഡേ 3 എന്ന് വെച്ചാൽ നമ്മളെ മഷ്റൂം പാക്ക് ചെയ്ത് കൊടുക്കാനില്ല, നല്ലൊരു ബോക്സ് ടൈപ്പ് ആയിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടി പോകുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ തൊട്ടപ്പുറം ചെറുത്തൂർ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് മൊത്തം പരിധി അടയടിയും കണ്ടിട്ടാണ്. പിന്നെ ഞാൻ പരിധി കാണാത്തതുകൊണ്ടോ അറിയില്ല, അടയടിയും ഇല്ല. പിന്നെ ഞാൻ എന്താക്കി, ഇതുവരെ പയ്യന്നൂരേക്ക് വിട്ടു. അതാകുമ്പോൾ കുറച്ചുകൂടെ വലിയ സിറ്റിയാണ്. അവിടെ പോയിട്ട് എനിക്ക് സ്ഥലം എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ലല്ലോ. അവിടെ പോയിട്ട് ആരോട് ചോദിക്കണമെന്ന് അറിയില്ല, മൊത്തം പരിധി. സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിലും എല്ലാത്തിലും പരിധി, അടയടിയില്ല. പിന്നെ അവിടെ നിന്ന് കുറേ ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചു. അപ്പോൾ ഓരോരോ സ്ഥലം കാണിച്ചു തന്നു. ലാസ്റ്റ് ഒരു ഷേണായി എന്ന് മറ്റൊരു സ്ഥലത്തുണ്ടാകുമെന്ന് പറഞ്ഞു. അവിടെ പോയിട്ടാകുമ്പോൾ അവിടെ ഈ സാധനമുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല, പക്ഷേ അതിന് കുറച്ചുകൂടി കട്ടി കൂടിയതാണ്, കുറച്ച് റേറ്റ് വരും. പക്ഷേ വേറൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് അതന്നെ എടുത്തു. പിന്നെ അയാളൊരു അടുത്തുള്ളൊരു പച്ചക്കറി പീടിയുണ്ട്, ആ പീടിയിലേക്ക് നീ പോയി നോക്ക്, അവിടെ മഷ്റൂം ഉണ്ട്, ആ പാക്കും ഇതും വെച്ച് ഈക്വൽ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. എനിക്ക് തെറ്റ് പറ്റണ്ട വിചാരിച്ചിട്ട് അവിടെ പോയി നോക്കിയിട്ട് നമുക്ക് സംഭവം ഓക്കെയാണ്. പക്ഷേ കുറച്ചുകൂടെ വലുതാണെന്നേലും, പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ വേറെ ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് അതിൻ്റെ അടുത്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. ഡേ 4 ഇന്ന് പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ രാവിലെ എണീച്ചു. അമ്മ റബ്ബർ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയി പാലെല്ലാം എടുത്ത് FSCൻ്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിനി. അത് ഓക്കെ ആണോ നോക്കാൻ വേണ്ടിയിട്ട് അക്ഷയയിലേക്ക് നേരെ വിട്ടു. സന്തോഷം സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനാവില്ല. എന്നുവെച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടി. ഓരോരോ നിയമത്തിൻ്റെ ചോറയാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരം. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്റ്റിക്കർ അടിച്ചാൽ മതി. എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ ബ്രാൻഡായിട്ട് സ്റ്റിക്കർ അടിക്കണമല്ലോ, ബ്രാൻഡ് നെയിം വെച്ചിട്ട്. അതിനടിച്ചാൽ അത് എന്തായാലും ഇന്നാവില്ല, നാളെ വന്ന് പറഞ്ഞിനി. അപ്പോൾ ഇനി നാളെ ബൈ.